കാക്കാൻ്റെ കുക്കിംഗ് ആണ്. കറിവേപ്പില പടച്ചോനെ കറിവേപ്പില കാക്ക ഇവിടെ ഉള്ളത്. വെണ്ടയ്ക്കും പച്ചമുളകും നന്നായിട്ട് അരിഞ്ഞിട്ട് മനസ്സിലായോ? അപ്പം അതൊക്കെ ഉപ്പിട്ടോ കാക്കങ്ങൾ? ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പിടൂല. ഇത് ഇത്ര സിമ്പിളായിരുന്നു. ഇത് കഴിച്ചു നോക്കിയിട്ട് വിലയിരുത്തണം. അല്ലാതെ ഇത് ഇത്ര സിമ്പിളാണോ, ഇത് ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ട് ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടല്ല. ഇതൊക്കെ പേപ്പർ വേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടു അത്ര തന്നെ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പച്ചമുളകും എണ്ണയും കടുകും പിന്നെ വെണ്ടയ്ക്കും. അപ്പം എന്താക്കുക, സൺഫ്ലവർ ഓയിൽ ഒന്നും ഇടൂലോ, സിമ്പിളാണേ ഹമ്പിളാണേ എന്ന് പറഞ്ഞിട്ട് ഇതാ മഞ്ഞപ്പൊടി ഇടാൻ പോണു. ഇതാ കരിയിലുണ്ടാക്കാത്. അപ്പം എന്തൊക്കെ അരിയിച്ചുങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടു. കാക്കങ്ങളെ ഭാര്യനെ കുറിച്ച് രണ്ട് വർത്താനം പറയൂ. ഒന്നും പറയല, അത്രക്ക് പെർഫെക്റ്റ് ആണല്ലേ. ഏത് ബുദ്ധിമാനും ഒരു അബദ്ധം പറ്റും. അങ്ങനെയല്ലേ? പണ്ടേ ബുദ്ധിമാന്മാരല്ലല്ലോ, അങ്ങനെ ജോലി സ്വീകരിച്ചില്ലേ. അങ്ങനെയുണ്ടോ? ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് ചെയ്യുന്ന എടുത്ത് വെച്ചോ. എന്നിട്ട് ഞാൻ തൈര് കൊണ്ടാണോ പരിപാടി? കാക്ക ഇതാണോ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഏതോ വിരുന്നേരെ ഞെട്ടിച്ചെന്നൊക്കെ പറഞ്ഞ്? വൈതനങ്ങാലേ. ഇതെന്തത്? വളരെ പെർഫെക്റ്റ് ആയിട്ട് കെട്ടിയോന്. ഇത് കൊഴിച്ചപ്പത്തെ കാക്ക തൈര് കുറച്ച് കൂടിപ്പോയില്ലേ? സത്യം പറയും, അത്ര തൈര് വേണ്ടിയിരുന്നില്ലല്ലോ. എന്താണ് കാക്ക എൻ്റെ കൈ കുറച്ച് അകരട്ടാണ്, ടേസ്റ്റ് അറിയാനാ. ഇട്ടോളി. ഇട്ടിട്ട് സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഇട്ടാണ്. ചൂട് കഴിക്ക് ഇങ്ങോട്ട് പറയാം. സൂപ്പറാണ് പൊളി. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാ മനസ്സാ. കാക്ക ഞാൻ നിങ്ങളെ എന്താ പറയുക സുന്ദരാന്നാ വിളിച്ചു കയറട്ടെ. എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച. ആണോ നിങ്ങൾ പറയും?